നമസ്കാരം. ദ ഷക്കീന ഫയർ റൂമിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. മനുഷ്യരോട് സംവദിക്കാൻ, മനുഷ്യർക്കൊപ്പം നിൽക്കാൻ എത്ര രാഷ്ട്രീയ നേതാക്കൾ ഈ നാട്ടിലുണ്ട് എന്ന ചോദ്യമാണ് ഷക്കീന ഫയർ റൂം ഇന്ന് പ്രിയ പ്രേക്ഷകർക്ക് മുമ്പിൽ മുന്നോട്ട് വയ്ക്കുന്നത്. നൂറുകണക്കിന് മനുഷ്യർ കടുവകളുടെയും മറ്റു മൃഗങ്ങളുടെയും ബലിയാടുകളായി നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഇല്ലാണ്ടാകുന്ന ഈ കാലഘട്ടത്തിൽ പോലും നമ്മുടെ രാഷ്ട്രീയ നേതൃത്വത്തിന് തെല്ലനക്കമില്ല. വന്യജീവികൾ കൊണ്ട് പൊറുതിമുട്ടുന്ന മലയോര ജനതയുടെ വിഷമങ്ങൾ, കഷ്ടപ്പാടുകൾ, ദുരന്തങ്ങൾ കേൾക്കുവാൻ പോലും നമ്മുടെ രാഷ്ട്രീയ നേതൃത്വത്തിന് എന്തുകൊണ്ടാണ് സാധിക്കാത്തത്? എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പരാജയപ്പെടുമ്പോഴും എല്ലാ നേതാക്കളും മലയോര ജനതയെ കൈയൊഴിയുമ്പോൾ പോലും കത്തോലിക്ക സഭയുടെ അഭിവന്ദ്യ പിതാക്കന്മാർ, സഭാ സമൂഹങ്ങൾ, സമുദായ സംഘടനകളുടെ ഈ പ്രതിരോധം അത് കാണാതെ പോകരുത്. നമ്മൾ തിരഞ്ഞെടുത്ത ജനാധിപത്യ രാജ്യത്ത് എന്തുകൊണ്ടാണ് മനുഷ്യരുടെ ഈ വിഷയങ്ങളിൽ, ന്യായമായ ഈ ആവശ്യങ്ങളിൽ കണ്ണീർ കടലിൽ ഒരു സാന്ത്വനത്തിൻ്റെ തെളിവട്ടമെങ്കിലുമായി നേതൃത്വത്തിന് മുന്നോട്ട് വരാൻ സാധിക്കാത്തത്? എന്താണ് സർക്കാർ സംവിധാനങ്ങളെ അതിൽ നിന്ന് പിന്നോട്ടടിക്കുന്നത്? അത് ലോകരാഷ്ട്രങ്ങൾക്ക് മുമ്പിൽ നിന്ന് ലഭിക്കുന്ന കാർബൺ ഫണ്ടിംഗ് ആണോ? അതോ മറ്റെന്തെങ്കിലും സാമുദായിക വിഷയങ്ങൾ, സാമുദായിക ഘടകങ്ങൾ പോലും ഇതിൽ ഉണ്ടോ? എന്തുകൊണ്ടാണ് സഭാ സംവിധാനങ്ങൾക്കുണ്ടാകുന്ന ആ ഒരു ഉണർവ് ഈ രാജ്യത്തെ, ഈ നാട്ടിലെ ഒരു നേതാവിനും ഉണ്ടാകാത്തത്? ഈ സന്ദേഹങ്ങളും വിഷമങ്ങളുമായി ദ ഫയർ റൂം ഇവിടെ ഒത്തുകൂടുന്നു. കൂടെയുള്ളത് കത്തോലിക്ക കോൺഗ്രസ് താമരശ്ശേരി രൂപതയുടെ ഡയറക്ടർ ഫാദർ സബിൻ തുമുള്ളിൽ, ഒപ്പം സാമൂഹിക നിരീക്ഷകനും സംരംഭകനുമായ ശ്രീ നോയൽ സിറിയക്ക. രണ്ടു പേർക്കും ദ ഫയർ റൂമിലേക്ക് സ്വാഗതം. സബിനച്ചൻ, നമ്മൾ മറ്റൊരു വിഷയവുമായി ഫയർ റൂമിലേക്ക് വരുമ്പോൾ നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മൾ ഈ രാജ്യത്ത് വോട്ടിംഗ് അധികാരമുള്ള ഒരു ജനാധിപത്യ സംവിധാനം നിലനിൽക്കുന്ന, എല്ലാ അടിസ്ഥാന ഗ്രാമ തലത്തിലുള്ള ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങളുള്ള ഒരു രാജ്യത്ത്, ഒരു നാട്ടിൽ നിന്നാണ് നമ്മൾ സംസാരിക്കുന്നത്. എന്നാൽ വന്യജീവി ആക്രമണങ്ങളിൽ മരിക്കുന്നവരുടെ കണക്ക് അങ്ങയുടെ മുമ്പിലുണ്ട്. എത്ര കടുവകൾ നമ്മുടെ നാടുകളിൽ വരുന്നു, എത്ര ഹെക്ടർ കണക്കിന് കൃഷിയിടങ്ങൾ നമ്മളുടെ കടുവകളും കരടികളും നമ്മളുടെ ആളുകൾ, മൃഗങ്ങൾ നശിപ്പിക്കുന്നു. അതുകൊണ്ട് എത്ര കോടി രൂപയുടെ സാമ്പത്തിക പ്രതിസന്ധി നമ്മുടെ മലയോര മേഖലയിൽ ഉണ്ടാകുന്നു. ഇതൊരു യാഥാർത്ഥ്യമാണ്, ഇതൊരു അംഗീകരിക്കപ്പെടേണ്ട വസ്തുതയാണ്. ഇതിൽ ആർക്കും എതിരഭിപ്രായമില്ല. ഇത് ലോകം മുഴുവൻ അംഗീകരിക്കുന്ന ഫാക്റ്റാണ്. എന്നാൽ ഇതിൽ ആക്രമിക്കപ്പെടുന്ന ആളുകൾ, ഇപ്പോൾ കഴിഞ്ഞ ദിവസം ആദിവാസി സ്ത്രീ കടുവ ആക്രമിക്കപ്പെടുന്നു. അതിനു മുമ്പ് എത്രയോ ദിവസങ്ങൾ ഇതൊരു തുടർ കഥയാകുന്നു. വയനാട്ടിലൊക്കെ വല്ലപ്പോഴും രാഷ്ട്രീയ പാർട്ടികൾ ഹർത്താലൊക്കെ വെക്കുന്നു, കൊള്ളാം. പക്ഷെ അതിനപ്പുറത്തേക്ക് ഒരു സ്ട്രോങ് ആയ പ്രസൻസ്, ഒരു സ്ട്രോങ് ആയ ഒരു നിലപാട് ഏതെങ്കിലും രാഷ്ട്രീയ നേതൃത്വം ഈ നാട്ടിലെടുത്തിട്ടുണ്ടോ എന്ന ഒന്നാമത്തെ ചോദ്യം അവിടെ നിലനിൽക്കുകയാണ്. രണ്ടാമത്തെ ചോദ്യം, ഇങ്ങനെയൊരു നിലപാടെടുക്കാൻ തയ്യാറെടുക്കുന്ന കത്തോലിക്ക സഭയുടെ വൈദികർ, കാഞ്ഞിരപ്പള്ളി രൂപതാംഗമാണ് ഞാൻ. കാഞ്ഞിരപ്പള്ളി രൂപതയുടെ ബിഷപ്പ് മാർ ജോസഫ് പുളിക്കൽ, അദ്ദേഹം സ്ട്രോങ് ആയൊരു നിലപാടെടുത്തു. താമരശ്ശേരിയിലെ പിതാവ് സ്ട്രോങ് ആയ നിലപാടെടുത്തു. ചങ്ങനാശ്ശേരിയിലെ തറയിൽ പിതാവ് സ്ട്രോങ് ആയ നിലപാടെടുക്കുന്നു. ഈ പിതാക്കന്മാർ ചോദിച്ചത് ഈ മന്ത്രിക്ക് രാജിവെച്ച് പുറത്തുകൂടെ എന്നൊരു സ്ട്രോങ് ആയ നിലപാട്, ശക്തമായൊരു നിലപാടെടുക്കുകയാണ്. അതിനെ കൗണ്ടർ ചെയ്തുകൊണ്ട് ഇതിൽ പിതാക്കന്മാർ ഇടപെടേണ്ട എന്ന രീതിയിൽ ഒരു കമ്മ്യൂണിക്കേഷൻ നേതൃത്വം വരുന്നു. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഈ നാട്ടിൽ ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാവരെയും ബാധിക്കുന്ന ഒരു പ്രതിസന്ധിയാണ് മലയോര ജനത. ഈ വന്യമൃഗങ്ങളുടെ, കാട്ടുമൃഗങ്ങളുടെ ശല്യം, അല്ലെങ്കിൽ അത് മാത്രമല്ല അതിനോട് ചേർന്ന് പല വിഷയങ്ങളുമുണ്ട്. എന്നാൽ ഇവിടെ ചോദിക്കാനും പറയാനും അഭിവന്ദ്യ പിതാക്കന്മാർ മാത്രം പോകുന്നു. അങ്ങനെയെങ്കിൽ തീർച്ചയായിട്ടും ഈ രാഷ്ട്രീയ നേതൃത്വമൊക്കെ ഈ നാടിന് തന്നെ ഒരു അപമാനമല്ലേ? തീർച്ചയായും ഇതൊരു ഗൗരവപ്പെട്ട വിഷയമാണ്. അത് എന്തുകൊണ്ടാണ് നമ്മളുടെ അഭിമന്യ പിതാക്കന്മാരും വൈദികരും നമ്മുടെ സമുദായ കർഷക സംഘടനകൾ, പ്രത്യേകിച്ച് കത്തോലിക്ക കോൺഗ്രസ്, ഇൻഫാം പോലെയുള്ള സംഘടനകൾ ഈ വിഷയത്തെ വളരെ ഗൗരവമായിട്ട് എടുക്കുന്നു? അതിന് ആദ്യത്തെ ഉത്തരം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ വിഷയം ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് മലയോര കർഷകരെയാണെന്ന് പറയുമ്പോൾ അവിടെ ഭൂരിഭാഗവും കൃഷിക്കാരായിട്ടുള്ളത് ക്രിസ്ത്യാനികളാണ് എന്നുള്ളതാണ്. അതൊന്നാമത്തെ കാര്യം. പക്ഷെ അതിനോട് ചേർന്ന് കാർഷിക വൃത്തിയിലല്ലാതെ നമ്മുടെയൊക്കെ അങ്ങാടികളിൽ കച്ചവടം ചെയ്യുന്നവരും
വിവിധ സ്ഥാപനങ്ങൾ നടത്തുന്നവരും ഒക്കെ ആയിട്ടുള്ള ഹൈന്ദവരും മുസ്ലിങ്ങളും ഒക്കെ ആയിട്ടുള്ള സഹോദരങ്ങളുണ്ട്. പക്ഷേ ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കപ്പെടുന്നു എന്ന് ഇന്ന് വിലയിരുത്തപ്പെടുന്നതാണ്. ഒരുപക്ഷെ ഞാൻ പറയും, ഇന്ന് ക്രൈസ്തവരെക്കാൾ കൂടുതൽ ഈ മലയോര പ്രദേശങ്ങളിൽ ലാൻഡ് ഓണർഷിപ്പ് ഉള്ളത് മറ്റ് ചില സമൂഹങ്ങൾക്കാണ്, ഇതര സമുദായങ്ങൾക്കാണെന്നുള്ളതാണ് എൻ്റെ ഒരു അനുമാനം. അതിനെക്കുറിച്ച് കൂടുതൽ പഠനങ്ങൾ നടത്തേണ്ടിയിരിക്കുന്നു. പക്ഷെ എന്തായാലും അതൊരു കാര്യം. രണ്ടാമത്തെ കാര്യം എന്താണ്? കൃത്യമായിട്ടും ഈ വിഷയങ്ങളെക്കുറിച്ച് പഠിക്കാൻ സഭയ്ക്ക് സംവിധാനങ്ങളുണ്ട്. അത് സംഘടനാ തലത്തിൽ പഠിക്കുന്നുണ്ട്. അതേപോലെ വൈദികരും അതേപോലെയുള്ള ആത്മായ നേതൃത്വങ്ങൾ അതിനെക്കുറിച്ച് പഠിക്കുന്നുണ്ട്. ഞാനൊരു ഉദാഹരണം പറയാം. 2008 ഞങ്ങളുടെ രൂപതാംഗമായിരുന്ന, താമരശ്ശേരി രൂപതാംഗമായിരുന്ന മരിച്ചുപോയ ബഹുമാനപ്പെട്ട ആന്റണി കുഴുവനാലച്ചൻ കേട്ടിട്ടുണ്ടാവും. അദ്ദേഹമാണ് ഇൻഫാം എന്ന് പറയുന്ന കർഷക സംഘടന രൂപീകരിക്കുന്നത്. അദ്ദേഹം ആദ്യഘട്ടങ്ങളിലൊക്കെ നമ്മളുടെ പാസ്റ്റർ കൗൺസിലുകളിലൊക്കെ വലിയ ദുഃഖത്തോടു കൂടി അദ്ദേഹം പറഞ്ഞിരുന്നു. അദ്ദേഹത്തോട് ഒപ്പം വന്നുണ്ടായിരുന്നത് ഞങ്ങളുടെ തിരുവമ്പാടി ഇടവകാംഗമായിരുന്ന ബേബിച്ചേട്ടൻ. അങ്ങനെ ഇവരുടെ നേതൃത്വത്തിൽ പിന്നീട് ശക്തമായിട്ട് ഈ വന്യമൃഗ ആക്രമണവുമായി ബന്ധപ്പെട്ട് ഒത്തിരിയേറെ ചർച്ചകൾ നടന്നിരുന്നു. അന്ന് അദ്ദേഹം പറഞ്ഞിരുന്ന ഒരു കാര്യമുണ്ട്. ഒരു 10 വർഷത്തിനുള്ളിൽ കോഴിക്കോട് ടൗണിൽ ആനയും പുലിയും ഇറങ്ങും എന്ന് അദ്ദേഹം അന്ന് പറഞ്ഞു. പക്ഷെ അന്ന് പലരും അദ്ദേഹത്തെ അത്ര കണ്ട് വകവെച്ചില്ല. ഇന്ന് കോഴിക്കോട് പന്നിയും ആനയും അടുത്ത ദിവസം തന്നെ ഇറങ്ങും എന്നുള്ള സ്ഥിതിയിലേക്ക് എത്തിയിരിക്കുകയാണ് കോഴിക്കോട് പോലെയുള്ള നഗരത്തിൽ. അപ്പോൾ അപകടം അത്ര രൂക്ഷമാണ് എന്നുള്ളത് നമ്മൾ വളരെ നേരത്തെ തിരിച്ചറിഞ്ഞിരുന്നതാണ്. പക്ഷേ ആ തിരിച്ചറിവ് നമ്മളുടെ സമൂഹത്തിനുണ്ടാകാതെ പോയി. ഞാൻ ഓർക്കുന്നുണ്ട്, ഞാനൊക്കെ ചെറുപ്പമായിരിക്കുമ്പോൾ ഞാൻ ഓർക്കുന്നുണ്ട്, അന്ന് തൊട്ട് ഒത്തിരിയേറെ സമരങ്ങൾ കളക്ടറേറ്റിന്റെ മുൻപിലും ഒക്കെ നടത്തിയിട്ടുണ്ട്. പക്ഷേ ഈ സമരത്തിന് വേണ്ടത്ര ജനപങ്കാളിത്തം ഉണ്ടായിരുന്നില്ല. അതിനൊരു പ്രധാനപ്പെട്ട കാരണം രാഷ്ട്രീയക്കാർ അന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചു. ഇത് വെറുതെ അച്ഛന്മാര് നിങ്ങളെ പേടിപ്പിക്കുന്നതാണ്, ഇതൊന്നും ഇവിടെ സംഭവിക്കാൻ പോകുന്നില്ല. പക്ഷെ ഇന്നെന്തായി? ഇതെല്ലാം ഇവിടെ അക്ഷരാർത്ഥത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ആദ്യം ചോദിച്ച ആ ചോദ്യം ഇതാണ്: എന്തുകൊണ്ട് സഭ ഇത്രമാത്രം ഇതിൽ ഇടപെടുന്നു? സഭയ്ക്ക് ഈ സമൂഹത്തോടൊരു കമ്മിറ്റ്മെന്റ് ഉണ്ട്. ഈ സഭയുടെ കമ്മിറ്റ്മെന്റ് അത് ക്രൈസ്തവ സമൂഹത്തോടുള്ള കമ്മിറ്റ്മെന്റ് മാത്രമല്ല, പൊതുസമൂഹം. അതായത് കത്തോലിക്ക സഭ ബിൽഡാകുന്ന രൂപവൽക്കരിക്കപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ആശയം എന്ന് പറയുന്നത് അത് സമൂഹ നിർമ്മിതിയാണ്. വിദ്യാഭ്യാസം നമ്മൾ കൊണ്ടുവരുന്നു, ആരോഗ്യ മേഖലയിലെ സ്ഥാപനങ്ങൾ നമ്മൾ കൊണ്ടുവരുന്നു, നമ്മൾ പൊതുമേഖലയിലുള്ള ജനങ്ങൾക്കെല്ലാം ഉപകരിക്കപ്പെടുന്ന രീതിയിലുള്ള മിഷൻസാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ഒരു പശ്ചാത്തലത്തിലാണ് നമ്മൾ ഇടപെടുക. അല്ലാതെ നമ്മുടെ ആളുകളുടെ ഒരു സാന്നിധ്യം കൊണ്ടോ അല്ലെങ്കിൽ അംഗസംഖ്യയോ അല്ല. അതൊരു കാരണമായിരിക്കാം. പക്ഷേ ഇത് ഒരു സമൂഹത്തിന് വേണ്ടി മൊത്തം നാനാജാതി മതസ്ഥരുടെ നിലനിൽപ്പാണ് അഭിവന്ദ്യ പിതാക്കന്മാർ ചോദ്യം ചെയ്യുന്നത്. അതാണ് അതിൻ്റെ ഒന്നാമത്തെ ഭാഗം. രണ്ടാമത്തെ ഭാഗം, ഇങ്ങനെ ഒരു സ്ട്രോങ് ആയ നിലപാട് പിതാക്കന്മാരെടുക്കുമ്പോൾ അതിനെ ചോദ്യം ചെയ്യുന്ന രാഷ്ട്രീയ നേതൃത്വത്തെ നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ ഉദാഹരണം, ഈ മന്ത്രിസഭയിൽ തന്നെയാണ് അബ്ദുൾ റഹ്മാൻ ഉൾപ്പെടെയുള്ള മന്ത്രിമാർ അവർ വിഴിഞ്ഞം സമരത്തിൽ എന്താണ് അഭിവന്ദ്യ പിതാവിനെ കുറിച്ച്, അഭിവന്ദ്യ യൂജീൻ പെരേര അച്ഛനെ പോലുള്ള സമര നായകരെ കുറിച്ച് പറഞ്ഞത് എന്താണെന്നറിയാം. ഇവിടെ മുനമ്പം വിഷയം വരുമ്പോഴും ഈ മന്ത്രിസഭയിൽ തന്നെയുള്ള ആളുകളാണ് പ്രിയപ്പെട്ട ജോഷി മയ്യാട്ടിലച്ഛനെ ഫ്രെയിം ചെയ്യുന്നത്. അതിൽ ആ സ്ഥലത്തെ MP ഉൾപ്പെടെയുള്ള ആളുകൾ ഏത് വിധമാണ് ആ വിഷയത്തെ മറ്റൊരു രീതിയിൽ കാണുന്നത്. ഇതൊന്നും ഇവരാരും ഈ സമുദായത്തിന് വേണ്ടി ചെയ്യുന്നതല്ല. ഈ ഒരു പൊതുസമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയും, പ്രത്യേകിച്ച് മുനമ്പം വിഷു ഒക്കെ പോലുള്ള വിഷയങ്ങൾ ഈ രാജ്യത്തിൻ്റെ തന്നെ ഏറ്റവും കെട്ടുറപ്പുള്ള ഒരു നിയമനിർമ്മിതിയിലേക്ക് പോലും നയിക്കുന്ന ഒരു ഐതിഹാസിക സമരം നമ്മൾ കാണുകയാണ്. അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ എടുക്കുന്ന സ്റ്റാൻഡുകൾ വളരെ നിശ്ചിതമായി രാഷ്ട്രീയ നേതൃത്വം, പ്രത്യേകിച്ച് ഇപ്പോൾ രാഷ്ട്രീയ നേതൃത്വത്തിൽ നയിക്കുന്ന ആളുകൾ അതിനെ വളച്ചൊടിക്കുന്നത് നമ്മൾ കാണുന്നതാണ്. അങ്ങനെയെങ്കിൽ എന്തുകൊണ്ടായിരിക്കും ഈ വന്യജീവി വിഷയങ്ങളിൽ എന്തുകൊണ്ടായിരിക്കും കാര്യമായ ഒരു പ്രതികരണം ഉണ്ടാകാത്തത്? അത് ഇനി ഉണ്ടാകുന്നുണ്ടോ? അത് ഒന്നാമത്തെ ചോദ്യം. ഉണ്ടാകുന്നില്ലെങ്കിൽ തന്നെ എന്തുകൊണ്ടായിരിക്കും ഈ രാജ്യം ഭരിക്കുന്നവർ, കേന്ദ്രത്തിലായിക്കോട്ടെ കേരളത്തിലായിക്കോട്ടെ, അവർക്ക് ഈ വിഷയത്തിൽ എന്തുകൊണ്ടായിരിക്കും ഇടപെടാൻ പറ്റുന്നത്? ആദ്യ ചോദ്യം നോയലിലേക്ക് വരാം. എനിക്ക് തോന്നുന്നത് ഇന്ന് സത്യം പറഞ്ഞാൽ പ്രത്യേകിച്ച് കേരളത്തിൻ്റെ ഒരു സിറ്റുവേഷൻ ഞാൻ പറയാം. അതായത് കേരളത്തിലെ ഇപ്പം നമ്മുടെ കുറച്ച് നാളുകൾക്ക് മുമ്പ് വളരെ ഫെമിലിയർ ആയിട്ടിരുന്ന ഒരു സബ്ജക്റ്റാണ് നമ്മുടെ മാധവൻ ഗാഡ്ഗിൽ റിപ്പോർട്ട്. അത് മലയോര കർഷകരെ മലയോരത്തിൽ താമസിക്കുന്ന എല്ലാവരെയും അഫക്റ്റ് ചെയ്യുന്നൊരു കാര്യമായിരുന്നു.
അതുപോലെ തന്നെ ഇങ്ങേ സൈഡിൽ നമ്മുടെ കടൽ നമ്മുടെ കരയിലേക്ക് കൂടുതൽ കയറി വരുന്നു. സത്യം പറയാം, രണ്ട് സൈഡിൽ നിന്നും കർഷകരെ ഏറ്റവും കൂടുതൽ കർഷകരെ അല്ലെങ്കിൽ മനുഷ്യരെ ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനിൽ കൂടെയാണ് നമ്മൾ സത്യം പറഞ്ഞാൽ കേരളം പ്രത്യേകിച്ച് കടന്നു പോകുന്നത്. രണ്ട് സൈഡിൽ നിന്നും പ്രശ്നമാണ്. ആ സെയിം ടൈമിൽ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് കംപ്ലീറ്റ്ലി നിർജീവമായിട്ടുള്ള ഒരു ഇടപെടൽ ഒരു തരത്തിലും അവർ മനുഷ്യൻ്റെ ജീവന് വിലയില്ലാത്ത ഒരു സിറ്റുവേഷനിലേക്ക് സത്യം പറഞ്ഞാൽ ഗവൺമെൻറ് ആ രീതിയിലേക്ക് മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഞാൻ ഇത്രയും അതായത് കഴിഞ്ഞ ഒരു 3-4 മാസത്തെ ഒബ്സർവേഷനിലൂടെ എനിക്ക് മനസ്സിലായത് ഇന്ന് വരെ കേരളത്തിൽ ഈ ഒരു സബ്ജക്റ്റിനെ കുറിച്ച് കൃത്യമായിട്ട് സംസാരിച്ച് നമ്മുടെ പിതാക്കന്മാർ മാത്രമാണ്. അതിനോടൊപ്പം തന്നെ കോൺഗ്രസ് നമ്മുടെ ഓപ്പോസിഷൻ ലീഡർ നമ്മുടെ VD സതീശൻ്റെ ഒരു മലയോര യാത്ര റീസെൻ്റ്ലി നമ്മുടെ മലയോര മേഖലകളിലൂടെ കടന്നുപോയ ഒരു മലയോര യാത്രയുണ്ടായിരുന്നു. അതിലും ഈ ഒരു വിഷയം കൂടുതലും കർഷകരെ അഡ്രസ്സ് ചെയ്ത് ഉണ്ടായി. എന്നിരുന്നാലും മറ്റു പാർട്ടികൾ അതായത് കേരളത്തിലും കേന്ദ്രത്തിലും ഭരിക്കുന്ന 2 പാർട്ടിയുടെ ഭാഗത്തിൽ നിന്ന് കംപ്ലീറ്റ്ലി ഒരു തരത്തിലുമുള്ള ഒരു പ്രതികരണമോ അല്ലെങ്കിൽ അവരുടേതായ ഒരു ആക്ഷനോ ഇതിൻ്റെ അകത്ത് ഉണ്ടായിട്ടില്ല. ഞാൻ അതിൻ്റെ അകത്തൊരു കൗതുകകരമായിട്ടൊരു പ്രതിഭാസം എന്നല്ല ഇത് പറയേണ്ട കറക്റ്റ് ഒരു രസം ഞാൻ പറയാനുള്ളത്, നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ് ഇപ്പം മന്ത്രി നമ്മുടെ വനം മന്ത്രി ഇവരുടെയൊക്കെ പ്രധാനപ്പെട്ട ഞാൻ മനസ്സിലാക്കിയൊരു ജോലി എന്ന് പറയുന്നത് ഇവരൊക്കെ ക്രിയേറ്റീവായിട്ട് ചിന്തിക്കാൻ ഇവരാരും സമയം കണ്ടെത്തുന്നില്ല. ഇവരെല്ലാവരും അതായത് രാവിലെ ഇറങ്ങുന്നു, വൈകുന്നേരം വരെയുള്ള ഉദ്ഘാടന മാമാങ്കങ്ങളിലാണ് കൂടുതൽ ഇവർ ശ്രദ്ധിക്കുന്നത്. അതിലും ഏറ്റവും പ്രധാനമാണ് എന്താണ് നമ്മുടെ നാട്ടിൽ നമ്മുടെ ജനങ്ങൾക്ക് അല്ലെങ്കിൽ കർഷകർക്ക് ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാകുന്ന കാര്യങ്ങളെക്കുറിച്ച് ഒരു തരത്തിലും അവർ ചിന്തിക്കുന്ന പോലുമില്ല. അപ്പം അങ്ങനെ ചിന്തിച്ചിരുന്നെങ്കിൽ ഒരിക്കലും ഇങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് നമ്മുടെ കേരളം പോലെയുള്ളൊരു സംസ്ഥാനം അതായത് ഇത്രയും എഡ്യൂക്കേഷനിൽ മുന്നോട്ട് നിൽക്കുന്ന ഒരു സംസ്ഥാനം ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ വരത്തില്ലായിരുന്നു. അപ്പോൾ ഇപ്പം അച്ഛൻ പറഞ്ഞ പോലെ തന്നെ കോഴിക്കോട് ടൗണിൽ ആന അല്ലെങ്കിൽ പന്നി ഇറങ്ങിയെന്ന് പറയും. അതുപോലെ തന്നെയാണ് എൻ്റെ നാട് കാഞ്ഞിരപ്പള്ളി അടുത്ത് തമ്പലക്കാട് എന്ന് പറയുന്ന ഗ്രാമമാണ്. അതിനടുത്തുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ടൗണാണ് നമ്മുടെ പാല ടൗൺ. അതായത് നമ്മുടെ എല്ലാം കൺസെപ്റ്റിൽ അച്ചായന്മാർ താമസിക്കുന്ന ടൗൺ. അവിടുന്ന് എന്നാ വന്നാലും ഏറ്റവും മിനിമം 30 to 40 കിലോമീറ്റർ പോകണം ഒരു വനത്തിനാണ്. അത്രയും ദൂരം സഞ്ചരിച്ച് ആ പാലാ ടൗണിൽ കാട്ടുപന്നിയുടെ ഒരു കൂട്ടമാണ് ഇറങ്ങിയിരിക്കുന്നത്. ഇത് എവിടുന്ന് വന്നെന്നോ എവിടുന്ന് ഏത് രീതിയിൽ അവിടെ എത്തിപ്പെട്ടെന്നോ ആർക്കും ഒരു ധാരണയില്ല. പക്ഷേ കാട്ടുപന്നിയുടെ ഒരു കൂട്ടം 10-30-40 കിലോമീറ്റർ സഞ്ചരിച്ച് അവരവിടെ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ചിന്തിച്ചു നോക്കിയത് നമ്മുടെ ഈ കേരളത്തിൽ ജീവിക്കാൻ പോലും ഏറ്റവും ഒരു പേടിക്കേണ്ട ഒരു സിറ്റുവേഷനിലേക്ക് മാറിയിരിക്കുകയാണ് ഇപ്പോഴും. എസ്പെഷ്യലി വയനാട് പോലെയുള്ള സ്ഥലങ്ങൾ, ഇടുക്കിയിലുള്ള സ്ഥലങ്ങളിലൊക്കെ അതായത് വൈകുന്നേരം 6 മണിക്ക് ശേഷം പുറത്തിറങ്ങാൻ ആൾക്കാർക്ക് പേടിയാണ്. ആ ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പം നമ്മൾ ചിന്തിക്കേണ്ട ഏറ്റവും പ്രധാനം നമ്മുടെ കുറേ പ്രകൃതി സ്നേഹികളും ഒപ്പം തന്നെ മൃഗസ്നേഹികളും അതായത് മനുഷ്യജീവൻ ഒരു വിലയും ഇല്ലാത്തൊരു സിറ്റുവേഷനിലേക്ക് വരുന്ന ആ ഒരു ചിന്താഗതിയിലേക്ക് പോലും അവർ ചിന്തിക്കുന്നു. അവർ പോലും ഈ ഒരു കാര്യത്തിൽ കൺസേൺഡ് അല്ല, മനുഷ്യനെ കുറിച്ച് കൺസേൺഡ് അല്ല, മൃഗങ്ങളെക്കുറിച്ചും കാടിനെക്കുറിച്ചുമാണ് അവർ കൺസേൺഡ്. അപ്പം ആ ഒരു കാര്യമാണ് എനിക്ക് ഇതിൻ്റെ അകത്ത് കൂടുതലായിട്ടും പറയാനുള്ളത്. ഞാൻ അഭിമാനിക്കുകയാണ് നമ്മുടെ പിതാക്കന്മാരെ കുറിച്ച്. മുല്ലപ്പെരിയാർ വിഷയം തീർച്ചയായിട്ടും അവിടെ ഒരു അഡ്വക്കേറ്റ് റസൽ ജോയിയുടെ ഭാഗത്ത് ഒരു വലിയ പ്രതിരോധം അദ്ദേഹം നിർമ്മിച്ചു. പക്ഷേ അത് ഒരു വിഷയം. 2 മലയോര ജനതയുടെ വിഷയം, നോയൽ പറഞ്ഞ പോലെ കടലും തിലമാരയും എല്ലാം നമുക്കെതിരാണല്ലോ. വിഴിഞ്ഞം സമരം, മുനമ്പം സമരം, ഇവിടെ എല്ലാം നമ്മൾ നോക്കുമ്പോൾ ഇതിനെല്ലാം ലീഡർഷിപ്പിൽ കത്തോലിക്ക സഭയുടെ സംഘടനകൾ, നമ്മൾ അതിനെ ഓർത്ത് അഭിമാനിക്കണം. അഭിബന്ധ പിതാക്കന്മാർ, KCBCയുടെ വിവിധ സർക്കുലറുകൾ, KCBCയുടെ ജാഗ്രതാ കമ്മീഷൻ്റെ ശക്തമായ വെൽ സ്റ്റഡീഡ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റുകൾ നമ്മൾ കാണുന്നു. സിറോ മലബാർ സഭയുടെ പത്രക്കുറിപ്പുകൾ, അഭിബന്ധിയ പിതാക്കന്മാർ, മേജർ ആർച്ച് ബിഷപ്പ് ഉൾപ്പെടെയുള്ള ആളുകളുടെ ശക്തമായ പ്രതിഷേധങ്ങളൊക്കെ നമ്മൾ കാണുകയാണ്. ഇത് ഇത്രയും സംഘടിതമായി ഈ വിഷയങ്ങളെ അഡ്രസ്സ് ചെയ്യുന്ന ഒരു മതസമൂഹവും ഈ ഭൂമിയിലില്ല എന്ന് നമുക്ക് അഭിമാനത്തോടെ പറയാം. ഒരു രാഷ്ട്രീയ നേതൃത്വവും വിഴിഞ്ഞം സമരത്തിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും, കോൺഗ്രസ് ആയിക്കോട്ടെ LDF ആയിക്കോട്ടെ, അവർ ഏത് നിലപാടെടുത്തെന്ന് നമുക്കറിയാം. ഇവിടെ മുനമ്പം വിഷയത്തിൽ കോൺഗ്രസ് LDF കൊടുക്കുന്ന നിലപാട് നമുക്കറിയാം. ഇതെല്ലാം നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോഴും രാഷ്ട്രീയ പാർട്ടികൾക്ക് അപ്പുറത്ത് ഈ മനുഷ്യ സമൂഹത്തെ ഈ പ്രകൃതിയുടെ സ്നേഹം പറഞ്ഞ് പിടിച്ചു വെക്കുന്ന ഒരു വലിയ ലോബിക്കെതിരെയുള്ള സമരം. ഞാനൊരു ലോബി എന്ന് ഞാൻ വിളിക്കുന്നത്, രാഷ്ട്രീയ നേതൃത്വം ഞാൻ വിളിക്കില്ല. അതൊരു ലോബിയാണ്, ഒരു
പരിസ്ഥിതി ലോബിയാണ്, അതൊരു ഭീകര പ്രസ്ഥാനമാണ്. ആ ഭീകര പ്രസ്ഥാനത്തിനെതിരെ ശബ്ദമുയർത്തുന്ന നമ്മുടെ പിതാക്കന്മാരാണെന്ന് പറയുമ്പോൾ അത് തീർച്ചയായിട്ടും നമുക്ക് അഭിമാനിക്കാവുന്ന കാര്യമാണ്. എന്നാൽ ഇത്രയും ഇൻഫ്ലുവൻസ് ഉള്ള അഭിമന്യ പിതാക്കന്മാർക്ക് പോലും അവരുടെ ചർച്ചകളുടെ പരിധിക്കപ്പുറത്ത് നിന്ന് പോലും അവർക്ക് ഈ വിഷയങ്ങളിൽ കാര്യമായ ഒരു മാറ്റം കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ടോ എന്ന ചോദ്യം. കത്തോലിക്ക കോൺഗ്രസ് ഇതിലെടുക്കുന്ന നിലപാടുകളെ അംഗീകരിക്കുന്നു, ആദരിക്കുന്നു, അഭിമാനിക്കുന്നു. പക്ഷേ ഇവിടെ നമ്മളെടുക്കുന്ന സമരങ്ങളുടെ ശബ്ദം എത്ര ഇടങ്ങളിൽ എത്തിയിട്ടുണ്ട്, ഇത് എന്തുകൊണ്ട് പരിഹരിക്കപ്പെടുന്നില്ല? അങ്ങനെയുള്ള പശ്ചാത്തലത്തിലാണ് എൻ്റെ സംശയം, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് നമുക്കുണ്ടാകേണ്ട ഒരു സംശയം. അങ്ങനെയെങ്കിൽ കടലിൽ നിന്ന്, മുനമ്പം പോലുള്ള ഭൂവിഷയത്തിൽ നിന്ന്, മുല്ലപ്പെരിയാർ പോലുള്ള തീഗോളം നമ്മുടെ നെഞ്ചിനതിയുടെ ഒരു ഡെമോക്ലിഷ്യൻ്റെ വാള് പോലെ നിൽക്കുന്ന സമയത്ത് കർഷകർ കടിച്ചു കീറാൻ ഈ മൃഗങ്ങൾക്ക് ഇട്ടുകൊടുക്കുമ്പോഴൊക്കെ അതിനകത്ത് ഒരു അജണ്ടയുണ്ട് എന്ന് തന്നെ നമ്മൾ പറയേണ്ടതില്ലേ? ആ അജണ്ടയുടെ പേര് വോട്ട് എന്ന് തന്നെയാണോ? അതോ ആ അജണ്ടയുടെ പേര് ഇതിനെതിരെ പ്രതികരിച്ച് ഇല്ലെങ്കിൽ പോലും ഇതിനെതിരെ ആക്രമിക്കാനോ അല്ലെങ്കിൽ കോടതി സമീപിക്കാനോ അല്ലെങ്കിൽ ഈ രാജ്യത്ത് സമരം നടത്താനോ കെൽപ്പില്ലാത്ത ഒരു സമൂഹവും അവർ വെള്ളക്കുപ്പായമൊക്കെ ഇട്ട് സമാധാനത്തിൻ്റെ സന്ദേശവുമായി നയിക്കുന്ന ആളുകളായതുകൊണ്ടാണോ ഈ നിലയിൽ ഇതിന് ഒരു നീക്കുപോക്കില്ലാതെ വരുന്നത്? ഒന്നാമത്തെ കാര്യം, ഇതിലൊരു ആഗോള അജണ്ടയുണ്ട്. അത് ഡെവലപ്ഡ് രാജ്യങ്ങളുടെ കാർബൺ എമിഷൻ, അതിലൂടെ ഉണ്ടാകുന്ന പ്രകൃതിയുടെ മാറ്റത്തെ നിയന്ത്രിക്കാൻ തേർഡ് വേൾഡ് കൺട്രീസ് അല്ലെങ്കിൽ ഡെവലപ്പിംഗ് രാജ്യങ്ങളിൽ അവർ കൂടുതൽ വെജിറ്റേഷൻസ് കൊണ്ടുവരിക. അതിനായിട്ട് കോടിക്കണക്കിനുള്ള ഫണ്ട്, കാർബൺ ഫണ്ട് എന്നാണ് അതിൻ്റെ പേര്. അത് യഥാർത്ഥത്തിൽ ആർക്കാണ് കിട്ടേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ നാട്ടിലെ കൃഷിക്കാർക്കാണ്. കാരണം കൃഷിക്കാർ അവർ കൂടുതൽ വെജിറ്റേഷൻസ് ഉണ്ടാക്കി ആ ഫണ്ട് അവർക്ക് അതിനുവേണ്ടി വിനിയോഗിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അമേരിക്കയ്ക്കും ചൈനയ്ക്കും ഒക്കെ കൂടുതൽ കാർബൺ വാതകങ്ങൾ പുറത്തു കൊടുക്കാൻ ഈ നാട്ടിലെ കർഷകരുടെ സഹായം സ്വീകരിക്കുക. പക്ഷെ അക്ഷരാർത്ഥത്തിൽ അത് കർഷകന് കിട്ടിയിട്ടില്ല. അത് കിട്ടിയിട്ടുള്ളത് ആർക്കാണ്? ഇവിടെയുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാർക്കുമാണ്. രണ്ടാമതൊരു കാര്യം അതിനോട് ചേർത്ത് നിൽക്കേണ്ടത്, നമുക്ക് ഇന്ന് ഒരുപാട് NGOs ഉണ്ടല്ലേ, നിങ്ങൾ ശ്രദ്ധിക്കാറുണ്ടോ? NGOs ആണ്. ഈ NGOസിന് ഫണ്ട് ഒരുപാട് കിട്ടുന്നുണ്ട്. എന്തിനാണ് അവർക്ക് ഈ ഫണ്ട് കിട്ടുന്നതെന്നറിയോ? പ്രകൃതി സംരക്ഷണത്തിനാണ്. പ്രകൃതി സംരക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആശയ പ്രചരണമാണെന്നാണ് ഈ NGOസിന് അറിയാവുന്നത്. യഥാർത്ഥത്തിൽ പ്രകൃതിയെ സംരക്ഷിക്കുന്നത് ഇവിടുത്തെ കർഷകരാണെന്നുള്ളത് ഇവരാരും മനസ്സിലാക്കുന്നില്ല. പ്രത്യേകിച്ച് നിങ്ങൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഈ കഴിഞ്ഞ ഉരുൾപൊട്ടലുണ്ടായി മുണ്ടക്കൈ, വയനാട്, വിലങ്ങാട്. ഞാൻ ഈ പ്രദേശത്തൊക്കെ പോയിട്ടുള്ളതാണ്. ഈ വിലങ്ങാട് ഈ ഉരുൾപൊട്ടലുണ്ടായത് അങ്ങ് കാട്ടിലാണ്. കുറ്റം ആർക്കായിരുന്നറിയോ? നാട്ടിലെ കർഷകർക്കാ. കാട്ടിൽ അങ്ങ് മലയുടെ മണ്ടയ്ക്ക് ഒരു ഉരുള് പൊട്ടുന്നു, ആ ഉരുള് താഴേക്ക് വരുന്നു. എന്തുകൊണ്ടാണ് ഉരുള് പൊട്ടുന്നത്? അതിന് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ നമ്മളുടെ നാട്ടിലും ഈ ടൗൺ ഏരിയയിലും ഉള്ള ഈ പ്രകൃതിയുടെ മാറ്റം, അതായത് ചൂട് കൂടുമ്പോൾ കടലിൽ നിന്ന് ജലം കണ്ടൻസ് ചെയ്ത് മുകളിലേക്ക് പോയി, അതെല്ലാം ഈ മരങ്ങൾ ഇടതിങ്ങി പാർക്കുന്ന ഇടങ്ങളിലേക്ക് ശക്തമായിട്ട് നീങ്ങും, മേഘം നീങ്ങും. അവിടെ ഈ എന്താണ് അതിനൊരു പേര് പ്രത്യേകമായിട്ട് പറയും, മേഘവിസ്ഫോടനം. ഈ മേഘവിസ്ഫോടനത്തിലൂടെ ഈ മേഘവിസ്ഫോടനത്തിലൂടെ ഈ വെള്ളം മുഴുവൻ വലിയ ജലത്തുള്ളികളായി ഒരേ സ്ഥലത്തേക്ക് വീഴുകയും അത് മണ്ണ് ഇടിച്ചിലിന് കാരണമായിട്ട് തീരുകയും അത് നേരെ താഴെ ജനങ്ങൾ താമസിക്കുന്നിടത്തേക്ക് പ്രശ്നം ഉണ്ടാക്കുകയും ചെയ്യാം. ഇനി രണ്ടാമതൊരു കാര്യം, ഈ പ്രദേശത്ത് മുഴുവൻ ഇവര് നിറച്ച് മരങ്ങൾ വെച്ച് നട്ടുപിടിപ്പിച്ചിരിക്കുകയാണ്. കാട് ഏതാണ് നാട് ഏതാണെന്ന് തിരിച്ചറിയാൻ കഴിയാത്തതുപോലെ ഈ മനുഷ്യരവിടെ റബ്ബറും മറ്റു സാധനങ്ങളും ഒക്കെ കൃഷി ചെയ്യുന്നുണ്ട്. അങ്ങനെ നിൽക്കുമ്പോഴും കുറ്റം ആർക്കായി? ഈ പറയുന്ന കർഷകർക്കായിട്ട് മാറുകയാണ്. ഇതിന്റെ പിന്നിലുള്ള അജണ്ട, അതിന് സ്ഥിരമായിട്ട് നമ്മൾ കേൾക്കുന്ന ഒരു നരേറ്റീവ് ഉണ്ട്. മലയോര കർഷകരെല്ലാവരും കുടിയേറ്റക്കാരാണ്. എങ്ങനെ കുടിയേറി? കാട് കയ്യേറിയവരാണ്. അത് പണ്ട് പറയും, മലയോടും മണ്ണിനോടും കാട്ടുപന്നിയോടും മലമ്പാമ്പിനോടും ഏറ്റുമുട്ടി എന്നുള്ള. അത് എങ്ങനെ ഏറ്റുമുട്ടി എന്നുള്ളതാണ് ഇവർ ആരും മനസ്സിലാക്കാത്തത്. ഇപ്പൊ മലബാറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ കാട് വെട്ടിത്തെളിച്ചു എന്ന് പലരും പറയും. എന്തായിരുന്നു കാട്? ഈ ജന്മിമാരുടെ കയ്യിലുണ്ടായിരുന്ന കൃഷി ചെയ്യാത്ത ഭൂമി. അത് പിന്നെ ഫോറസ്റ്റ് അല്ല. ആ ഭൂമി നമ്മൾ കാശ് കൊടുത്ത് മേടിച്ചു. ആ കാശ് കൊടുത്ത് മേടിക്കുന്ന സമയത്ത് അവിടെ മുഴുവൻ മുളങ്കാടുകളാണ്. ആ മുളകൾ വെട്ടി അവിടെ മണ്ണിൽ കൃഷി ഇറക്കി അതിൽ നിന്ന് പൊന്നു വിളയിച്ചവരാണ് ആര്?
ഈ മലബാറിലെ കുടിയേറ്റക്കാർ. ഇത് തന്നെയാണ് ഇടുക്കിയിലെ കുടിയേറ്റത്തിലും ഒക്കെ സംഭവിച്ചിട്ടുള്ളത്. പക്ഷെ ഇന്ന് നമ്മൾ ആരായി? കുടിയേറ്റക്കാരായിട്ട് മാറി, കയ്യേറ്റക്കാരായി, പട്ടയമുള്ളവരാണ്. കൃത്യമായിട്ടും അന്ന് കാശ് കൊടുത്ത് സ്ഥലം മേടിച്ച് അവിടെ ഈ കൃഷിയും അതിനോട് ചേർന്ന് ഒരു സിവിലൈസേഷനും രൂപപ്പെടുത്തിയവരാണ്. ഇവിടെ യഥാർത്ഥത്തിൽ മലയോര കർഷകരുടെ കുടിയേറ്റത്തിന്റെ ചരിത്രം പാഠപുസ്തകമാക്കേണ്ട ഒരു കാലമാണ്. അതൊരു കാര്യം. അതിനോടൊപ്പം ചേർന്ന് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത്, നേരത്തെ ചോദിച്ചത് ഈ വോട്ട്, അല്ലെങ്കിൽ നേരത്തെ ചോദിച്ചു വെള്ള ഉടുപ്പിട്ടവർ, അത് ഞങ്ങൾ അച്ഛന്മാരെയാണ് തോന്നുന്നതാണ്. ഈ ശബ്ദമുണ്ടാകുമ്പോൾ പോലും അതിനെ ആദരിക്കാനുള്ള ഒരു മാനുഷികമായിട്ടുള്ള പരിഗണന പോലും എന്തുകൊണ്ട് രാഷ്ട്രീയ നേതൃത്വം കൊടുക്കുന്നത്? ഞാനൊരു വളരെ കൃത്യമായിട്ട് ഉത്തരം പറയാം. ഈ സത്യം കറ കൂടാതെ സമൂഹത്തിന് മുൻപിലേക്ക് എത്തിക്കാൻ പ്രതിജ്ഞാബദ്ധരാണ് ഈ ക്രൈസ്തവ സമൂഹത്തിന്റെ നേതൃത്വം നൽകുന്ന വൈദികരും പിതാക്കന്മാരും. കാരണം എന്താ? നമ്മൾ ഈ സമൂഹത്തിൽ സത്യത്തിന്റെ വക്താക്കളാകാൻ വിളിക്കപ്പെട്ടവരാണ്. അപ്പോൾ സത്യം വിളിച്ചു പറയുമ്പോൾ നുണ പ്രചരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നവർ അസ്വസ്ഥപ്പെടും. അതൊരു കാര്യം. രണ്ടാമതൊരു കാര്യം എന്താണെന്നറിയോ? ഞാൻ ഈ വിഷയങ്ങളിൽ പല രാഷ്ട്രീയക്കാരോട് സംസാരിച്ചിട്ടുണ്ട്. നിയമസഭയിൽ ഇതിനെപ്പറ്റി ഒരു വിഷയത്തെക്കുറിച്ച് ഒരു കൃത്യമായിട്ടുള്ള ഒരു പഠനം നടത്തിയിട്ടുള്ള എത്ര നമ്മുടെ രാഷ്ട്രീയക്കാരുണ്ട്? ആരുമില്ല. ഇന്നിവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഉദ്യോഗസ്ഥരാജാണ്. ഉദ്യോഗസ്ഥർ, പ്രത്യേകിച്ച് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ എന്ത് എഴുതി കൊടുക്കുന്നോ അത് വായിച്ച് അതിൻ്റെ ചുവട്ടിൽ ഒപ്പിടുന്ന വെറും പാവയായിട്ട് മാറുകയാണ് രാഷ്ട്രീയക്കാർ, പ്രത്യേകിച്ച് നമ്മളുടെ ഇപ്പോഴത്തെ വനം മന്ത്രി. ഞാൻ ഒരു കാര്യം പറയാം. യൂറോപ്പിലേക്കൊക്കെ നോക്കുമ്പോൾ രാഷ്ട്രീയം എന്ന് പറയുന്നത് അവർ ചെയ്യുന്ന തൊഴിലിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു കമ്മിറ്റ്മെന്റ് ആണ്. നമ്മളെ സംബന്ധിച്ച് രാഷ്ട്രീയം എന്ന് പറയുന്നത് തൊഴിലാണ്. ഞാനത് കഴിഞ്ഞ ദിവസം അതിനെക്കുറിച്ച് ആരോ പറഞ്ഞതാണ്. രാഷ്ട്രീയത്തിൽ ഇറങ്ങിയാൽ പിന്നെ നിലവിലുള്ള ജോലി ഉപേക്ഷിച്ചേക്കണം, രാജിവെക്കണം. അങ്ങനെ രാജിവെക്കുന്നതിന്റെ പേരിലാണ് 5 വർഷം പൂർത്തിയാക്കിയാൽ ഇവർക്ക് പെൻഷൻ കിട്ടുന്നതെന്നാണ് മനസ്സിലാക്കണം. അപ്പൊ രാഷ്ട്രീയം തൊഴിലായി മാറി. രാഷ്ട്രീയം തൊഴിലായിട്ട് മാറിയവർ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന്, അല്പം വിദ്യാഭ്യാസം വേണം, വിവരമുണ്ടാകണം. വേറെ പ്രധാനപ്പെട്ട ഒരു കാര്യം, പ്രായം ഒക്കെ ഇതിനൊരു ഒരു മാനദണ്ഡമാകണം. ഒരു 10-60 വയസ്സൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ചെറുപ്പക്കാർക്ക് അവസരങ്ങൾ വിട്ടുകൊടുക്കണം. ഇതൊന്നുമില്ലാതെ ആരോഗ്യവുമില്ല, ബുദ്ധി നശിച്ചു, കണ്ണും കാണാത്ത ആളുകൾ ഇതുപോലെയുള്ള വകുപ്പുകളുടെ തലപ്പത്തിരിക്കുമ്പോൾ ഇതിലപ്പുറവും സംഭവിക്കും. അവർക്ക് തീരുമാനമുണ്ടാക്കാൻ കഴിയാത്ത കാര്യങ്ങൾ വരുമ്പോൾ അവർ സത്യം പറയുന്നവരെ പഴിച്ചുകൊണ്ടിരിക്കും. അതാണ് ശശീന്ദ്രൻ അല്ലെങ്കിൽ വനവകുപ്പ് മന്ത്രിയുടെ ജൽപ്പനങ്ങൾ നമ്മൾ കേട്ടത്. അത് അഭിമന്യ പിതാക്കന്മാരെടുത്ത ശക്തമായ നിലപാടിനെ ചോദ്യം ചെയ്യുന്ന വിധമുള്ള അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ ഏറ്റവും തലപ്പത്തിരിക്കുന്ന ആളുകളുടെ പ്രതികരണം നമ്മൾ കണ്ടതാണ്. നോയൽ, ഇന്ന് ചർച്ചയുടെ അവസാനത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ഈ വിഷയത്തിൽ തീർച്ചയായിട്ടും ഒരു മാറ്റം കൊണ്ടുവരുവാൻ നമുക്ക് സാധിക്കാതെ വരുന്നത് ഈ രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ ഇതിനോടുള്ള ഒരു അകൽച്ചയാണ്. അല്ലെങ്കിൽ ഇത് പറഞ്ഞു വെക്കുമ്പോൾ അതിൽ അവർക്ക് സൊല്യൂഷൻസ് കിട്ടുന്നില്ല. അവർ പറയുന്ന നിയമനിർമ്മാണം കൊണ്ടുവരണം. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴേക്കും കേരളത്തിലെ രാഷ്ട്രീയ നേതൃത്വമൊക്കെ ഈ ആശയങ്ങളെ എന്തുകൊണ്ടായിരിക്കും ഇത്ര പോലും കേൾക്കാതെ വരുന്നത്? അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്റ്റെപ്പിലേക്ക് വരികയാണെങ്കിൽ ഈ സമൂഹത്തിൻ്റെ മുഴുവൻ പിന്തുണ രാഷ്ട്രീയ നേതൃത്വത്തിന് കിട്ടുന്ന സാഹചര്യം പോലും ഉണ്ടല്ലോ. ഇതൊന്നും മനസ്സിൽ കാണാതെ മുന്നോട്ട് പോകുന്നതിനെക്കുറിച്ച് അതിൽ കുറച്ചുകൂടെ ജാഗ്രത ഉണ്ടാകേണ്ടതല്ലേ? നിതിൻ പറഞ്ഞത് ശരിയാണ്. പക്ഷേ എന്നിരുന്നാലും ഞാൻ അച്ഛൻ ആദ്യമേ പറഞ്ഞ ആ ഒരു പോയിന്റ് ഉണ്ട്, അതായത് കാർബൺ ഫണ്ട് എന്ന് പറഞ്ഞത്. അതാണ് ഇതിൻ്റെ എല്ലാം ബേസ്. ശരിക്കും ആ ഒരു ഫണ്ട് സ്വീകരിക്കുന്ന ഏത് ഓർഗനൈസേഷൻ ആണെങ്കിലും അല്ലെങ്കിൽ ഏത് NGOs ആണെങ്കിലും അവർ ഈ കാര്യത്തിൽ കംപ്ലീറ്റ്ലി സൈലൻ്റ് ആയിരിക്കും. അതിൻ്റെ അകത്ത് ഒരു ഡൗട്ടും ഇല്ല. ഞാനതിലും ക്രിയേറ്റീവായിട്ട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, നമ്മുടെ മന്ത്രിമാരും അതായത് ഈ ഇങ്ങനെ ജനപ്രതിനിധികൾ എല്ലാവരും തന്നെ, അതായത് ഈ ഉദ്ഘാടന മാമാങ്കണങ്ങൾ സ്റ്റോപ്പ് ചെയ്തിട്ട്, അതായത് അവരുടെ ഓഫീസിലിരുത്തി എന്താണ് അതായത് ജനങ്ങളുടെ പരാതികൾ വരുന്നതെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി അതിനനുസരിച്ച് ക്രിയേറ്റീവായിട്ട് ഇടപെട്ട് ജനങ്ങളുമായിട്ട് ഇൻട്രാക്ട് ചെയ്ത് അങ്ങനെ വന്നാൽ മാത്രമേ എന്താണ് ജനത്തിൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാകത്തുള്ളൂ. അല്ലാതെ ഒരിക്കലും ഈ ഇന്നോവ കാറിൽ പറന്നു പോയി അവിടെ ഇവിടെയും ഉദ്ഘാടനം നടത്തിക്കൊണ്ട് ഒരിക്കലും മനസ്സിലാക്കാൻ പറ്റത്തില്ല. ജനങ്ങളോട് ചേർന്ന് നിന്ന് അവരുടെ സ്വരം ശ്രവിക്കുന്ന ഒരു വ്യക്തിയായിട്ട് മാറിയാൽ മാത്രമേ ഇതിൻ്റെ അകത്ത് കൃത്യമായിട്ടുള്ള ഒരു തീരുമാനങ്ങൾ എടുക്കാൻ അവർക്ക് പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ഇങ്ങനെ എല്ലാം ഒരു പ്രഹസനങ്ങൾ രീതിയിലേക്ക് മാറിപ്പോകും. അപ്പം അതിൽ ഏറ്റവും പ്രധാനം
ഇത് എല്ലാ കാലത്തും, അതായത് നമ്മുടെ ഗവൺമെൻറ് ചെയ്യുന്നത് ഒരു 5-10 കോടി രൂപ മുടക്കി ഒരു കമ്മീഷൻ നിയോഗിക്കും. ആ കമ്മീഷൻ ഇതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്ത് റിപ്പോർട്ട് സമർപ്പിക്കും. കമ്മീഷൻ വാങ്ങും. അത് തന്നെ. പക്ഷേ ഇതിൻ്റെ അകത്ത് സംഭവിക്കുന്നത് പരിസ്ഥിതി മരം നടുന്നു. അത് തന്നെ. ആ റിപ്പോർട്ട് അവിടെ ആ ഫയലിൽ അവിടെ ഇരുന്ന് പൊടി തട്ടി അവിടെ ഫയലിൽ ഇരിക്കുന്നതല്ലാതെ മറ്റൊന്നും അവിടെ സംഭവിക്കുന്നില്ല. പക്ഷെ ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് ചിന്തിച്ച് പ്രവർത്തിക്കാൻ കഴിവും പ്രാഗൽഭ്യമുള്ള ഒരു ജനത അല്ലെങ്കിൽ ഒരു കൂട്ടം, ഒരു മുന്നേറ്റം ഉണ്ടാകണം. അതാണ് എൻ്റെ ഇതിൻ്റെ അകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു. എല്ലാ പാർട്ടി അല്ലെങ്കിൽ സഭ അങ്ങനെയൊന്നുമില്ല. ഏറ്റവും പ്രധാനം എല്ലാവരും കൂടെ ഒരുമിച്ച് ചേർന്ന് ഇതിനു വേണ്ടിയിട്ട് മുന്നോട്ടിറങ്ങിയാൽ മാത്രമേ ഇതിൻ്റെ അകത്തൊരു പരിഹാരം ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നല്ല ഡിസിഷൻസ് ഉണ്ടാകും. അതിനനുസരിച്ച് നമ്മുടെ കർഷകരെ നമുക്ക് അത് പൊതുജനങ്ങളെ സംരക്ഷിക്കാൻ നമുക്ക് പറ്റും. തീർച്ചയായിട്ടും മന്ത്രിമന്ദിരങ്ങളിൽ ഉറങ്ങുന്ന കമ്മീഷനുകളും ഉറങ്ങുന്ന കമ്മീഷൻ റിപ്പോർട്ടുകളും ഫയലുകളുമല്ല ഈ പ്രതിസന്ധിക്ക് പരിഹരിക്കാൻ വേണ്ടത്. അതിന് ആർജവമുള്ള, നിലപാടുള്ള, ധൈര്യമുള്ള രാഷ്ട്രീയ നേതൃത്വം ഈ നാട് ഭരിക്കുക എന്നതാണ്, ഈ നാട്ടിൽ ഉണ്ടാവുക എന്നതാണ്. ഈ നാട്ടിൽ ഭരിക്കുന്നവർ അത് ചെയ്യുന്നില്ലെങ്കിൽ ചോദ്യം ചെയ്യാൻ കെൽപ്പുള്ള പ്രതിപക്ഷങ്ങൾ ഉണ്ടാവുക എന്നത് തന്നെയാണ് അതിന് ഏറ്റവും പ്രധാനപ്പെട്ട മൂലധനം എന്ന് പറയുന്നത്. ഈ സാമൂഹിക തിന്മകൾക്കെതിരെ, ഈ സാമൂഹിക അനീതിക്കെതിരെ ഒരു നാടിൻ്റെ, ഒരു ജനതയുടെ മുഴുവൻ കണ്ണീരുമായി കേഴുന്ന അഭിമന്യ പിതാക്കന്മാർ, അവരെ ഓർത്ത് നമ്മൾ അഭിനന്ദിക്കുന്നു, അവരെ ഓർത്ത് നമ്മൾ അഭിമാനിക്കുന്നു. പക്ഷേ അവരുടെ ഈ ഇനീഷ്യേറ്റീവ്സ്, അവരുടെ ഈ മുന്നേറ്റങ്ങൾ അത് സാധ്യമാകണമെങ്കിൽ തീർച്ചയായും രാഷ്ട്രീയ കേരളം, രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ കനിവ് ഉണ്ടെങ്കിൽ മാത്രമാണ്. അല്ലെങ്കിൽ കടുവകളും പുലികളുമൊക്കെ അരങ്ങുവാഴുന്ന നാടുകൾ, ആ നാട്ടിൽ നിന്ന് ഒരു ജനതയെ മുഴുവൻ കുടിയൊഴിപ്പിച്ച് ആ മണ്ണിൽ നിന്ന് കാർബൺ ഫണ്ട് കൈപ്പറ്റി അവിടെ റിയൽ എസ്റ്റേറ്റ് മാഫിയയ്ക്ക് അത് വിറ്റ് അതിൻ്റെ കമ്മീഷൻ കൊണ്ട് ഇലക്ഷൻ പ്രചരണം നടത്തി അങ്ങനെ ഈ നാട് നശിപ്പിക്കാൻ കാത്തിരിക്കുന്ന രാഷ്ട്രീയ നേതൃത്വമേ, നിങ്ങളോട് ഞങ്ങളുടെ താക്കീതാണിത്. ദ ഫയറും അവസാനിക്കുന്നു. പ്രിയ പ്രേക്ഷകർക്ക്, പ്രിയ അതിഥികൾക്ക് നന്ദി, നമസ്കാരം.